ഗൂഗിൾ പേ യൂസർമാർ ശ്രദ്ധിക്കുക, ഈ ആപ്പുകൾ ഫോണിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന UPI സംവിധാനമാണ് ഗൂഗിൾ പേ എന്നുള്ളത്. ഗൂഗിളിൻ്റെ സ്വന്തം പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ. സംശയാസ്പദമായ ഇടപാടുകൾ തത്സമയം തിരിച്ചറിയാൻ ഏറ്റവും മികച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനവും തട്ടിപ്പ് തടയൽ സാങ്കേതിക വിദ്യയും തങ്ങൾ ഉപയോഗിക്കുന്നതായി ഗൂഗിൾ അഭിപ്രായപ്പെടുന്നു. യൂസർമാരെ സുരക്ഷിതമായി നിലനിർത്താനുള്ള സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കുന്നതിനുള്ള മറ്റ് കമ്പനികളുമായി ചേർന്ന് സജീവമായിക്കൊണ്ട് ക്രിയാത്മകമായിക്കൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് കമ്പനി. എന്നാൽ സുരക്ഷയ്ക്ക് വേണ്ടി ഗൂഗിൾ അതിൻ്റെ പങ്ക് നിർവഹിക്കുമ്പോൾ ഉപയോക്താക്കളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഗൂഗിൾ ഈ അടുത്ത് വളരെ പ്രധാനപ്പെട്ട 2-3 വിവരങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ഗൂഗിൾ പേ യൂസർമാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഗൂഗിൾ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകളോട് ഗുഡ് ബൈ പറയുക. ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ നൽകിയ മുന്നറിയിപ്പിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇത്തരം ആപ്പുകൾ നിങ്ങളുടെ ഫോണിൻ്റെ ഉപകരണത്തിൻ്റെ പൂർണ്ണമായ ആക്സസും നിയന്ത്രണവും അനുവദിക്കുന്നു. സ്ക്രീൻ പങ്കിടൽ ആപ്പുകളുടെ ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ ഷെയർ, AnyDesk, അതുപോലെ ടീം വ്യൂവർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. ഇത്തരം ആപ്ലിക്കേഷനുകൾ പൂർണ്ണമായി അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ട് സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ ഉപയോഗിച്ചുകൂടാ? അതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ പേരിൽ ഇടപാടുകൾ നടത്തുന്നതിന് നിങ്ങളുടെ ഫോൺ നിയന്ത്രിക്കാൻ ഈ ആപ്പുകൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വിശദാംശങ്ങൾ കാണുന്നതിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നിങ്ങളുടെ ഫോണിലേക്ക് അയച്ച OTP കാണാനും അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഇത്തരം രീതികൾ കൊണ്ട് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ തന്നെ ഗൂഗിൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഒരു കാരണവശാലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനോ ഇൻസ്റ്റാൾ ചെയ്യാനോ ഗൂഗിൾ പേ ഒരിക്കലും ആവശ്യപ്പെടുകയില്ല എന്ന് ഗൂഗിൾ പേ ഉപയോക്താക്കൾക്ക് വളരെ പ്രധാനമായിട്ടുള്ള മുന്നറിയിപ്പായി കൊണ്ട് നൽകുന്നു. ഇത്തരം ആപ്പുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനുകൾക്ക് വളരെ കൃത്യമായി എല്ലാം ക്ലോസ് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഗൂഗിൾ പേ അതുപോലെയുള്ള UPI പേയ്മെൻറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.